കാപ്പ കേസിൽ പിടിയിലായ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സുഗതനെ ഇന്ന് ജയിലിലേക്ക് മാറ്റും. ഇന്നലെ രാത്രി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സുഗതനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്. പോലീസ് വീട്ടിൽ കയറി തന്നെയും മക്കളെയും മർദ്ദിച്ചെന്ന് സുഗതന്റെ ഭാര്യ അശ്വതി ആരോപിച്ചു. കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിൻ്റെ അകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. എൻ്റെ ഇവിടെ അടിച്ചു, ചവിട്ടി, മുതുകിൽ ചവിട്ടിയ പാടുകളുണ്ട്. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അവർ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. പുറത്ത് വെച്ചിട്ട് വെടിവെച്ചിട്ട് അകത്തോട്ട് കയറി വരുന്നു. അപ്പോൾ പിള്ളേർ പേടിച്ചിട്ടുണ്ട്. ഇല്ല, അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീദ്, കാപ്പ കേസിലാണ് ഇപ്പോൾ BJP കൗൺസിലർ പിടിയിലായിരിക്കുന്നത്. അത് സുഗതന്റെ ഭാര്യ അശ്വതി പറയുന്നത് വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചു എന്നുള്ളതൊക്കെയാണ്. ഇന്നലെയൊക്കെ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു. എന്തായിരുന്നു സംഭവം? വിശദാംശങ്ങൾ എന്താണ്? ഈ വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് BJP കൗൺസിലർ സുഗതനെ പിടികൂടുന്നതിനിടെയാണ് ഇന്നലെ നാടകീയമായ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായത്. ഈ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവ് വാഴോട്ടുകോണത്തെത്തിയ പോലീസ് സംഘത്തെ സുഗതനും അനുയായികളും ചേർന്ന് വളഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം. അക്രമത്തിൽ വട്ടിയൂർക്കാവ് CI വിപിൻ, അതേപോലെ SI അഭിജിത്ത് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനുമായി വട്ടിയൂർക്കാവ് SHO വിപിൻ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ് പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തിയത്. പരിക്കേറ്റ CIയും SIയും ആശുപത്രിയിൽ തന്നെ ഇന്നലെ ചികിത്സ തേടിയിരുന്നു. CI വിപിനെ നിലവിൽ സ്കാനിങ്ങിന് വിധേയനാക്കിയിരിക്കുകയാണ്. മുൻപ് റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന സുഗതന്റെ കൌൺസിലർ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. ഒരാളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ സുഗതന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ഈ മാസം 7-ാം തീയതിക്ക് മുൻപായി അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് ലംഘിച്ച് ഒളിവിലിരുന്ന കൌൺസിലർ ഇന്ന് പ്രദേശത്തെത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ ഇയാളെ പിടികൂടാൻ എത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സുഗതനെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൌൺസിലർ സുഗതൻ രംഗത്തെത്തി. താൻ ചിക്കൻ ബോക്സ് ബാധിതനാണെന്നും പോലീസിനോട് കോടതിയിൽ ഹാജരാകാൻ 2 ദിവസത്തെ സമയം ചോദിച്ചിട്ടും അനുവദിച്ചില്ലെന്നും സുഗതൻ പറയുന്നുണ്ട്. അറസ്റ്റിനെ എതിർത്ത തന്റെ ഭാര്യയും മകനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായും സുഗതൻ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ കൌൺസിലറും അതേപോലെ തന്നെ മറ്റുള്ളവരും ചേർന്ന് പോലീസുകാരെ മർദ്ദിച്ചെന്നുള്ള ഒരു വാദം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം വിവരം തേടിയിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഷഫീദ്, ഈ ആകാശത്തേക്ക് പോലീസിന് വെടിയുതിർക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് ഷഫീദ്? ഉന്മേഷ്, ഇന്നലെ നാടകീയമായിട്ടുള്ള ചില സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു. പ്രത്യേകിച്ച് ഇയാൾ ഈ ഒളിവിലായിരുന്ന സുഗതൻ, ഇയാൾ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അവിടേക്ക് തിരിച്ചെത്തിയെന്നുള്ള കാര്യം അറിഞ്ഞാണ് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. എന്നാൽ അവിടേക്ക് എത്തിയ പോലീസിനെ ആക്രമിക്കാൻ ശ്രമമുണ്ടാവുകയായിരുന്നു. മാത്രമല്ല കൂടുതൽ ആളുകൾ അവിടേക്ക് ഒത്തുകൂടുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വട്ടിയൂർക്കാവ് CI വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചിട്ട് സർവീസ് റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട്, മാത്രവുമല്ല നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത വിശദീകരണത്തിലടക്കം പ്രദേശത്തെ ഈ പറയുന്ന സമാധാന അന്തരീക്ഷം അത് നിലനിർത്താൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വട്ടിയൂർക്കാവിൽ BJP CPM സംഘർഷമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പോലീസിനെതിരെയുള്ള ആരോപണമായി BJP മാറ്റുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും കോടതി ജാമ്യം നിഷേധിച്ച ഒരു പ്രധാനപ്പെട്ട വധശ്രമ കേസ് പ്രതിയെ, അത് അദ്ദേഹം കൗൺസിലർ കൂടിയാണ്, അദ്ദേഹത്തെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ പോലീസിനെ ആക്രമിച്ചു എന്നുള്ള വിഷയം കൂടി ചുമത്തി കേസെടുക്കാൻ നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കാപ്പ കേസിൽ പിടിയിലായ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ സുഗതനെ ഇന്ന് തന്നെ ജയിലിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളുമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.